ഒരു ചെറിയ ഗ്രാമത്തിൽ അത്യാഗ്രഹിയായ ഒരു കാക്ക താമസിച്ചിരുന്നു. അത് ആരുമായും ഒന്നും പങ്കുവച്ചിരുന്നില്ല. ഒരു ദിവസം അത് ഒരു കടയുടമയിൽ നിന്ന് ഒരു സ്വർണ്ണ അപ്പം മോഷ്ടിച്ചു. കാക്ക കഴിക്കാൻ തയ്യാറായപ്പോൾ അപ്പം സംസാരിച്ചു. "നീ എന്നെ തിന്നാൽ നിനക്ക് വിചിത്രമായ എന്തെങ്കിലും സംഭവിക്കും." കാക്കയുടെ കണ്ണുകൾ വിടർന്നു. സംസാരിക്കുന്ന അപ്പം, എനിക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാക്ക ചിരിച്ചുകൊണ്ട് ഒരു കഷണം തിന്നു. പെട്ടെന്ന് അതിന്റെ ചിറകുകൾ കടും പിങ്ക് നിറമായി. അതിന്റെ കൊക്ക് നീലയായി മാറിയിരിക്കുന്നു. വാൽ പച്ചയായി മാറിയിരിക്കുന്നു. മറ്റു പക്ഷികൾ ചിരിച്ചുകൊണ്ട് വിളിച്ചു, "പറക്കുന്ന മഴവില്ല." കാക്ക ഭയന്ന് ചികിത്സയ്ക്കായി യാചിക്കാൻ തുടങ്ങി. റൊട്ടി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഒരു ആഴ്ചത്തേക്ക് ഭക്ഷണം പങ്കിടൂ." കാക്കയ്ക്ക് ഭക്ഷണം പങ്കിടുന്നത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അവന് മറ്റു മാർഗമില്ലായിരുന്നു. കാക്ക ഭക്ഷണം പങ്കിടാൻ തുടങ്ങി. അത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ആഴ്ചയുടെ അവസാനത്തോടെ അതിന്റെ കറുത്ത ചിറകുകൾ തിരിച്ചെത്തി. അത് ഗ്രാമത്തിലെ ഏറ്റവും ഉദാരമതിയായ പക്ഷിയായി മാറി. കാക്ക പഠിച്ചു, അത്യാഗ്രഹം നിങ്ങളെ വിഡ്ഢിയാക്കുന്നു, പക്ഷേ പങ്കിടൽ നിങ്ങളെ പ്രകാശിപ്പിക്കുന്നു. ബബിൾഗം ചവയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വികൃതിയായ കുരങ്ങൻ അവിടെ താമസിച്ചിരുന്നു. പാർക്കിലെ കുട്ടികളെപ്പോലെ ഒരു വലിയ ബബിൾഗം ഊതാൻ അത് ആഗ്രഹിച്ചു. ഒരു ദിവസം അത് പിങ്ക് നിറത്തിലുള്ള ഒരു വലിയ ബബിൾഗം കണ്ടെത്തി. കുരങ്ങൻ അത് ചവയ്ക്കാൻ തുടങ്ങി. അതിന്റെ മുഖത്തിനു മുന്നിൽ ഒരു വലിയ പിങ്ക് ബബിൾഗം ഊതി. എന്നാൽ പെട്ടെന്ന് ശക്തമായ ഒരു കാറ്റ് വീശി. ആ കുമിള അതിന്റെ മുഖമാകെ പൊട്ടി. അതിന്റെ കണ്ണുകളും മൂക്കും ചെവികളും പോലും ബബിൾഗത്തിന്റെ പശ കൊണ്ട് മൂടിയിരുന്നു. കുരങ്ങൻ പാർക്കിൽ ചുറ്റും ഓടി. പിങ്ക് നിറത്തിലുള്ള ഒരു രൂപം പോലെ തോന്നി. മറ്റു കുരങ്ങുകൾ ചിരിക്കാൻ തുടങ്ങി. ഒടുവിൽ ദയുള്ള ഒരു ആന അത് വൃത്തിയാക്കാൻ വെള്ളം തളിച്ചു. കുരങ്ങൻ നെടുവീർപ്പിട്ടു. ഒരുപക്ഷേ ഞാൻ വാഴപ്പഴത്തിൽ പറ്റിപ്പിടിച്ചിരിക്കാം. അത് പഠിച്ചു, ചില കാര്യങ്ങൾ രസകരമായി തോന്നും. ആ സാഹചര്യത്തിൽ നിങ്ങൾ സ്വയം കുടുങ്ങിപ്പോകുന്നതുവരെ. മനോഹരമായ കാട്ടിൽ ഒരു വലിയ സ്വപ്നം കണ്ട ഒരു മടിയൻ താമസിച്ചിരുന്നു. ജംഗിൾ റേസ് ജയിക്കാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷേ അവൻ ഒരു മടിയനായിരുന്നു. മടിയന്മാർ അവയുടെ വേഗതയ്ക്ക് കൃത്യമായി അറിയപ്പെടുന്നില്ല. മറ്റു മൃഗങ്ങൾ ഉറക്കെ ചിരിച്ചു. "നീയോ? ഓട്ടത്തിൽ നീ ജയിക്കുമോ?" പുള്ളിപ്പുലി അവനെ കളിയാക്കാൻ വേണ്ടി വിളിച്ചു. "അടുത്ത ആഴ്ച നീ ഓട്ടം പൂർത്തിയാക്കും," സീബ്ര ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷികൾ പോലും ചിരിച്ചു. പക്ഷേ മടിയൻ മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "എനിക്ക് എന്നിൽ ആത്മവിശ്വാസമുണ്ട്." മത്സരത്തിന്റെ ദിവസം വന്നെത്തി. കാട് ആവേശത്താൽ പ്രതിധ്വനിച്ചു. "തയ്യാറാണ്? തയ്യാർ. പോകൂ." എല്ലാവരും മുന്നോട്ട് നീങ്ങി. ഒരു ചെറിയ ആന പോലും മനോഹരമായി ആ രേഖ മുറിച്ചു കടന്നു. അതേസമയം മടിയൻ പതുക്കെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. വളരെ നിശബ്ദമായി. മറ്റുള്ളവർ മുന്നോട്ട് നീങ്ങിയപ്പോൾ സൗജന്യ ലഘുഭക്ഷണങ്ങൾ ലഭിക്കുന്ന ഒരു വാഴപ്പഴക്കട അവർ കണ്ടു. അവർ നിർത്തി. അവൻ അത് കഴിച്ചു. അവനും ഒരു മയക്കം എടുത്തു. ആ മടിയൻ പതുക്കെ സ്ഥിരതയോടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു.
ശ്രദ്ധ വ്യതിചലിക്കുന്നില്ല, പ്രാതൽ ഇല്ല, ഉറക്കമില്ല. മണിക്കൂറുകൾക്ക് ശേഷം മടിയൻ ഫിനിഷിംഗ് ലൈൻ കടന്നു. ആദ്യം എല്ലാവരും ആഹ്ലാദിച്ചു. ഏറ്റവും വേഗതയേറിയ മടിയൻ. എല്ലാവരും പഠിച്ചു. സാവധാനത്തിലും സ്ഥിരതയിലും ശ്രദ്ധയും വിശ്വാസവും ഉണ്ടെങ്കിൽ ഏത് മത്സരവും ജയിക്കാം. ഒരു ഫാമിൽ ഒരു വിചിത്ര കോഴി താമസിച്ചിരുന്നു. മറ്റു കോഴികൾ നിലത്ത് കൊത്തിക്കൊണ്ടിരുന്നു. കോഴി കുരച്ചു, വൂഫ് വൂഫ്. മറ്റു കോഴികൾ ചിറകടിക്കുമ്പോൾ കോഴി വാൽ അനക്കാൻ ശ്രമിക്കുകയായിരുന്നു. മറ്റു കോഴികൾ ചെളിയിൽ മാന്തിക്കുഴിയുമ്പോൾ കോഴി അതിന്റെ നിഴലിനെ പിന്തുടരുകയായിരുന്നു. കോഴി എപ്പോഴും ഒരു നായാകാൻ ശ്രമിച്ചു. പശുക്കൾ ചിരിച്ചു. മൂമൂമൂ. കോഴികൾ കുരയ്ക്കില്ല. നിനക്ക് ഒരു വാലുപോലുമില്ല, മണ്ടൻ കോഴി. താറാവുകൾ കുലുങ്ങി. കർഷകൻ പോലും തലയാട്ടി. ഞാൻ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വിചിത്രമായ കോഴിയാണിത്. പക്ഷേ കോഴി അതൊന്നും കാര്യമാക്കിയില്ല. ഒരു ദിവസം ഒരു കൗശലക്കാരനായ കുറുക്കൻ ഫാമിലേക്ക് കയറി. അത്താഴത്തിന് ചീഞ്ഞ കോഴികളെ വേണമെന്ന് അയാൾ ആഗ്രഹിച്ചു. ബാക്കിയുള്ള കോഴികൾ ഭയന്ന് ചിറകുകൾ അടിക്കാൻ തുടങ്ങി. സഹായിക്കൂ, സഹായിക്കൂ. പക്ഷേ കുറുക്കൻ കുതിക്കുന്നതിന് മുമ്പ് വൂഫ് വൂഫ് വൂഫ്. കോഴി കുറുക്കന്റെ നേരെ പാഞ്ഞു. ഒരു ഭ്രാന്തൻ നായ പോലെ കുരച്ചു. കുറുക്കൻ അലറിക്കരഞ്ഞുകൊണ്ട് നിന്നു. എന്താ? ഒരു കോഴി നായ. കുറുക്കൻ ജീവനും കൊണ്ട് ഓടി. ഫാം സുരക്ഷിതമായിരുന്നു. അന്നുമുതൽ എല്ലാവരും കോഴിയെ ഒരു വീരനായകനായി കണക്കാക്കി. എപ്പോഴും നീയായി തന്നെ ഇരിക്കുക. എല്ലാവരും നിനക്ക് എതിരാണെങ്കിൽ പോലും. പണ്ട് കാട് ഭരിച്ചിരുന്ന ഒരു ശക്തനായ സിംഹം ഉണ്ടായിരുന്നു. അഹങ്കാരവും ക്രൂരതയും നിറഞ്ഞ അവന്റെ ഉച്ചത്തിലുള്ള ഗർജനം എല്ലാ മൃഗങ്ങളെയും ഭയപ്പെടുത്തി. ഒരു ദിവസം അവൻ പ്രഖ്യാപിച്ചു, ആരെങ്കിലും എന്റെ അടുക്കൽ വരാൻ സ്വമേധയാ വരുന്നതുവരെ ഞാൻ നിങ്ങളിൽ ഒരാളെ ദിവസവും കഴിക്കും. മൃഗങ്ങളെല്ലാം ഭയന്നുപോയി. പക്ഷേ ഒരു മിടുക്കനായ മുയൽ ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നു. അല്ലയോ ശക്തനായ സിംഹം, ഞാൻ നിന്റെ അടുക്കൽ വരാം, മുയൽ പറഞ്ഞു. പക്ഷേ എനിക്ക് നിന്നെ കാണിക്കാൻ ചിലത് ഉണ്ട്. ജിജ്ഞാസ കൊണ്ടും കൊച്ചുമുയലിനെ കുറച്ചു കാണുന്നത് കൊണ്ടും സിംഹം സമ്മതിച്ചു. മുയൽ അവനെ ഒരു ആഴമുള്ള കിണറ്റിനിലേക്ക് കൊണ്ടുപോയി പറഞ്ഞു, നിന്നെക്കാൾ ശക്തനാണെന്ന് അവകാശപ്പെടുന്ന മറ്റൊരു സിംഹം ഈ കിണറ്റിൽ ഉണ്ട്. സിംഹം കിണറ്റിലേക്ക് നോക്കി. അതിന്റെ പ്രതിബിംബം കണ്ടു. അത് മറ്റൊരു സിംഹമാണെന്ന് കരുതി അയാൾ ഗർജിക്കാൻ തുടങ്ങി. പ്രതിബിംബവും അലറി. കോപാകുലനായി അവൻ വിളിച്ചു പറഞ്ഞു, ആരാണ് കൂടുതൽ ശക്തൻ എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കിണറ്റിൽ ചാടി, പക്ഷേ മുങ്ങി മരിച്ചു. മുയൽ അവനെ ചതിച്ചു. ശക്തിയേക്കാൾ വലുതാണ് ബുദ്ധിയെന്ന് മനസ്സിലാക്കി മൃഗങ്ങൾ സന്തോഷിച്ചു. സിംഹത്തിന്റെ അഹങ്കാരം അവനെ അന്ധനാക്കി. പക്ഷേ മുയലിന്റെ ജ്ഞാനം അവരെയെല്ലാം രക്ഷിച്ചു. പണ്ട് ഒരു ഗ്രാമത്തിൽ വളരെ മടിയനായ ഒരു പൂച്ച താമസിച്ചിരുന്നു. ദിവസം മുഴുവൻ ഉറങ്ങാൻ അവൻ ഇഷ്ടപ്പെട്ടു. വിശക്കുമ്പോൾ മാത്രമേ അവൻ ഉണരുമായിരുന്നുള്ളൂ. വീട്ടിലെ എലികൾക്ക് ഇത് അറിയാമായിരുന്നു. അവർ അവന്റെ കാൽവിരലിൽ കൂടി കടന്നുപോകും. ഉറക്കെ കൂർക്കം വലിച്ചുകൊണ്ട് ഉറങ്ങുമ്പോൾ ചീസ് കഷ്ണങ്ങൾ മോഷ്ടിക്കുന്നു. ഒരു ദിവസം എലികൾ കൂടുതൽ ധൈര്യപ്പെട്ടു. പൂച്ച ഒരിക്കലും ഉണരില്ല. നമുക്ക് ഒരു പാർട്ടി നടത്താം, അയാൾ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. അവർ ചെറിയ ഡ്രമ്മുകളും ഓടക്കുഴലുകളും കൊണ്ടുവന്നു. ഒരു നൃത്തവേദി പോലും സൃഷ്ടിച്ചു. ആ രാത്രിയിൽ എലികൾ വലിയൊരു വിരുന്നൊരുക്കി പൂച്ചയുടെ വാലിൽ ചുറ്റി നൃത്തം ചെയ്തു. പക്ഷേ പെട്ടെന്ന് അയ്യോ! പൂച്ച ശക്തമായി തുമ്മിയതുകൊണ്ട് അവൾ ഉണർന്നു. എലികൾ കരഞ്ഞുകൊണ്ട് ഓടി. പക്ഷേ അവയുടെ കുഞ്ഞു പാദങ്ങൾ അലങ്കാരങ്ങളിൽ കുടുങ്ങി.
പൂച്ച കൈ സ്വയം നീട്ടി. എന്നിട്ട് പറഞ്ഞു, ഹുംനി എന്നെ ഉണർത്തിയതിനാൽ എനിക്ക് എന്തെങ്കിലും ഭക്ഷണം തരണം. എലികൾ പെട്ടെന്ന് അവൻ ഒരു പ്ലേറ്റ് ചീസ് കൊണ്ടുവന്നു കൊടുത്തു. പൂച്ച സന്തോഷത്തോടെ അത് കഴിച്ചിട്ട് പറഞ്ഞു, മോശമല്ല. ഒരുപക്ഷേ ഞാൻ നിങ്ങളെ വീണ്ടും പാർട്ടിക്ക് അനുവദിക്കാം. ആദ്യം എനിക്ക് ഭക്ഷണം കൊണ്ടുവരണം. അന്നുമുതൽ പൂച്ചയും എലിയും സമാധാനത്തിനായി ചീസിന്റെ ഒരു കരാറിൽ ഏർപ്പെട്ടു. അയാൾ ചിന്തിച്ചു, ചിലപ്പോൾ മടിയന്മാർ പോലും തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സമർത്ഥമായ വഴികൾ കണ്ടെത്തും. വെയിൽ കായുന്ന ഒരു ചെറിയ കാട്ടിൽ പ്രശസ്ത ഗായകനാകാൻ ആഗ്രഹിച്ച ഒരു കുറുക്കൻ താമസിച്ചിരുന്നു. പക്ഷേ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. കുറുക്കൻ പാടാൻ കഴിഞ്ഞില്ല. ഒരിക്കലുമില്ല. എല്ലാ ദിവസവും രാവിലെ അവൻ ഒരു മരക്കുറ്റിയിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ പാടുമായിരുന്നു. അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടതിനു ശേഷം പക്ഷികൾ മരങ്ങളിൽ നിന്ന് വീണു. അണ്ണാന്മാർ ഭക്ഷണം താഴെയിട്ടു. ഒരു കരടി ചെവി പോലും പൊത്തിപ്പിടിച്ചു. ഒരു ദിവസം കുറുക്കൻ കോഴി മനോഹരമായി പാടുന്നത് കേട്ടു. കോക്ക് എ ഡൂഡിൽ ഡൂ. മൃഗങ്ങൾ ആർത്തുവിളിച്ചു, കൈയടിച്ചു. കുറുക്കന് അസൂയ തോന്നി. അത് അലറി, ഞാൻ ഒരു കോഴിയുടെ വേഷം മാറി ഫാം ടാലന്റ് ഷോയിലേക്ക് നുഴഞ്ഞു കയറും. അവൻ ചുവന്ന തൂവലുകൾ ധരിച്ച് കളപ്പുരയിലേക്ക് ധൃതിയിൽ കയറി. അതിന്റെ ഊഴം വന്നപ്പോൾ കുറുക്കൻ വേദിയിലേക്ക് ചാടിക്കേറി ഉച്ചത്തിൽ അലറി. മൃഗങ്ങളെല്ലാം നിശബ്ദയിലാണ്. പിന്നെ ഒരു കൊച്ചു കോഴിക്കുഞ്ഞ് മന്ത്രിച്ചു, ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിചിത്രമായ കോഴിയാണിത്. കുറുക്കൻ നാണിച്ചു. വേദിയിൽ നിന്ന് മൂൺവാക്ക് ശ്രമിച്ച അത് ഒരു വാഴത്തോലിൽ വഴുതി ഒരു വൈക്കോൽ കൂനയിൽ വീണു. എല്ലാ മൃഗങ്ങളും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. കുറുക്കൻ പോലും. അന്നുമുതൽ കുറുക്കൻ കാട്ടിലെ ഏറ്റവും രസകരമായ കഥാകാരനായി മാറി, ശബ്ദ ഇഫക്റ്റുകൾ ഉപയോഗിച്ച്. ഒടുവിൽ പ്രശസ്തനായി. അത് പഠിച്ചു, നീ ആയിരിക്കൂ. നീ എങ്ങനെയാണോ അതുപോലെ തന്നെ പ്രത്യേകതയുള്ളവനാണ്. അവിടെ ഒരു ഭംഗിയുള്ള ചെറിയ തേനീച്ച ഉണ്ടായിരുന്നു. ഒരു പുഷ്പമേഖലയിലെ ഒരു വലിയ തേനീച്ചക്കൂട്ടിൽ താമസിച്ചിരുന്നു. എല്ലാ തേനീച്ചകളും ഒരുമിച്ച് അമൃത് ശേഖരിക്കുകയും തേൻ ഉണ്ടാക്കുകയും ചെയ്തു. ചെറിയ ഭംഗിയുള്ള തേനീച്ചയും സഹായിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ മറ്റു തേനീച്ചകൾ പറഞ്ഞു, നീ വളരെ ചെറുതാണ്. നിനക്ക് അധികം ദൂരം പറക്കാൻ കഴിയില്ല. ആ കൊച്ചു ഭംഗിയുള്ള തേനീച്ചയ്ക്ക് സങ്കടം തോന്നി, പക്ഷേ അത് നിരുത്സാഹപ്പെട്ടില്ല. ഒരു ദിവസം ശക്തമായ കാറ്റ് നിരവധി പൂക്കൾ പറത്തിവിട്ടു. പൂക്കൾ ഇരുണ്ട വനത്തിന് സമീപം വീണു. തേനീച്ച അവിടെ പോകാൻ ഭയപ്പെട്ടു. നമുക്ക് കൂടുതൽ അമൃത് വേണം, റാണി തേനീച്ച പറഞ്ഞു. പക്ഷേ അത് വളരെ ദൂരെയാണ്. ചെറിയ ഭംഗിയുള്ള തേനീച്ച പറഞ്ഞു, ഞാൻ പോകാം. ഇത് പതുക്കെ കാട്ടിലേക്ക് പറന്നു. അത് നിലത്ത് പൂക്കൾ കണ്ടെത്തി. അത് അമൃതും എടുത്ത് തേനീച്ചക്കൂട്ടിലേക്ക് പറന്നു. പിന്നെ അത് വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്തു. താമസിയാതെ അതിന്റെ കഠിനാധ്വാനത്തിന് എല്ലാവർക്കും ആവശ്യത്തിന് അമൃതം ഉണ്ടായിരുന്നു. രാജ്ഞി തേനീച്ച പുഞ്ചിരിച്ചു. നീ ഒരു ചെറിയ ഭംഗിയുള്ള തേനീച്ചയാണ്, രാജ്ഞി പറഞ്ഞു. പക്ഷേ നീ വളരെ ധൈര്യശാലിയാണ്. എല്ലാ തേനീച്ചകളും ഭംഗിയുള്ള ചെറിയ തേനീച്ചയെ പ്രോത്സാഹിപ്പിച്ചു. എല്ലാവരും മനസ്സിലാക്കുന്നു, നമ്മൾ ധൈര്യമുള്ളവരായിരിക്കണം, ശ്രമിച്ചുകൊണ്ടിരിക്കണം. ശ്രമിച്ചാൽ മാത്രമേ വലിയ കാര്യങ്ങൾ നേടാൻ കഴിയൂ.